അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? കട്ടുണ്ടെങ്കിൽ അറിയിക്കണം. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒഞ്ചിയം ഏരിയ സെക്രട്ടറി അറസ്റ്റിലായി. CPM നേതാക്കളുടെ അറസ്റ്റ്, പോലീസ് സ്റ്റേഷന് നേരെ കല്ലേറ്, പാർട്ടിക്കാർ കുറ്റക്കാരെങ്കിൽ നടപടി എടുക്കുമെന്ന് CPM കേന്ദ്ര നേതൃത്വം. പെട്രോൾ വിലവർധന, സംസ്ഥാനത്ത് ഇന്ന് ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചു. പാമോലിംഗ് കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ലെന്ന് കോടതി. പെട്രോൾ വിലവർധനയിൽ പ്രതിഷേധിച്ച് മെയ് 31 ഭാരത് ബന്ദും രാജ്യവ്യാപക ഹർത്താലും. ലോഡ് ഷെഡിംഗ് പിൻവലിച്ചു, സംസ്ഥാനത്ത് ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ് ഇല്ല. വാർത്തകൾ വിശദമായി. TP ചന്ദ്രശേഖരൻ വധത്തിൽ CPM ഒഞ്ചിയം ഏരിയ സെക്രട്ടറി CH അശോകനും കമ്മിറ്റി അംഗം KK കൃഷ്ണനും അറസ്റ്റിലായി. ഇന്നലെ രാത്രിയാണ് രണ്ടു നേതാക്കളെയും കസ്റ്റഡിയിലെടുത്തത്. NGO യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അറസ്റ്റിലായ CH അശോകൻ. കൊലപാതക വിവരം അശോകനും കൃഷ്ണനും അറിയാമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വിവരം മറച്ചുവെച്ചുവെന്നതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. CPM കുന്നുമ്മക്കര ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രന്റെ ഇന്നലത്തെ മൊഴിയെ തുടർന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ഗൂഢാലോചനയിൽ അശോകനും കൃഷ്ണനും പങ്കെടുത്തിരുന്നുവെന്ന് KC രാമചന്ദ്രൻ മൊഴി നൽകി. 1.5 വർഷം മുമ്പും ചന്ദ്രശേഖരനെ വധിക്കാൻ ശ്രമം നടത്തിയെന്നും രാമചന്ദ്രന്റെ മൊഴിയിലുണ്ട്. കൊട്ടേഷൻ സംഘാംഗം കിർമാണി മനോജിനെയാണ് ഇതിന് നിയോഗിച്ചത്. അന്ന് ചന്ദ്രശേഖരനെ കാണിച്ചു കൊടുക്കാൻ താനും ഉണ്ടായിരുന്നുവെന്ന് രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് വിവരമറിഞ്ഞ് CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, MLA മാരായ എളമരം കരീം, M പ്രദീപ് കുമാർ തുടങ്ങിയവർ വടകര റൂറൽ SP ഓഫീസിലെത്തി. അറസ്റ്റിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ വടകര കോടതി പരിസരത്ത് പ്രകടനം നടത്തി. TP ചന്ദ്രശേഖരൻ വധത്തിൽ CPM ഒഞ്ചിയം ഏരിയ സെക്രട്ടറി CH അശോകനും കമ്മിറ്റി അംഗം KK കൃഷ്ണനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വടകരയിൽ CPM പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെ അക്രമം, പോലീസ് സ്റ്റേഷനു നേരെ കല്ലേറുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു. ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടിക്കാർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്ന് CPM കേന്ദ്ര നേതൃത്വം. പോലീസ് അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം കുറ്റം തെളിഞ്ഞുവെന്ന് അർത്ഥമില്ല. പോലീസിലെ ഒരു വിഭാഗവും UDF നേതാക്കളും കുറ്റം CPMന്റെ തലയിൽ കെട്ടിവെക്കാൻ മത്സരിക്കുകയാണെന്നും കേന്ദ്ര നേതൃത്വം കുറ്റപ്പെടുത്തി. പെട്രോൾ ലിറ്ററിന് 7 രൂപ 92 പൈസ കൂടി. വിലവർധന അർദ്ധരാത്രിയോടെ നിലവിൽ വന്നു. ദൂരം കൂടി കണക്കിലെടുക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പെട്രോൾ വില 75 രൂപ 48 പൈസ മുതൽ 76 രൂപ 16 പൈസ വരെയായി. ഇതാദ്യമായാണ് ഒറ്റയടിക്ക് ഇത്രയും രൂപ വില കൂട്ടിയത്. പെട്രോൾ വിലവർധനയ്ക്കെതിരെ LDFും BJPയും ആഹ്വാനം ചെയ്ത ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചു. ഹർത്താലിനോടനുബന്ധിച്ച് കാസർകോട്ട് യുവമോർച്ച പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞു. മംഗലാപുരം കോയമ്പത്തൂർ പാസഞ്ചറാണ് കാസർകോട് റെയിൽവേ സ്റ്റേഷനിൽ 15 മിനിറ്റോളം തടഞ്ഞിട്ടത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി K ശ്രീകാന്ത്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് വിജയ്കുമാർ റൈ, ജനറൽ സെക്രട്ടറി AP ഹരീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മലപ്പുറം ജില്ലയിൽ സ്വകാര്യ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഓടുന്നു. പാസ്പോർട്ട് സേവന കേന്ദ്രം ഉൾപ്പെടെയുള്ള ഓഫീസുകൾ പോലീസ് സംരക്ഷണത്തോടെ തുറന്നു. മത്സ്യ മാംസ മാർക്കറ്റുകളും പ്രവർത്തിക്കുന്നു. പാമോലിംഗ് കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ലെന്ന് തൃശൂർ വിജിലൻസ് കോടതി. ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവുകളില്ലെന്നും കോടതി വിലയിരുത്തി. ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിജിലൻസിന്റെ തുടരന്വേഷണ റിപ്പോർട്ട് കോടതി സ്വീകരിച്ചു. റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള VS-ന്റെയും അൽഫോൺസ് കണ്ണന്താനത്തിന്റെയും ഹർജി തള്ളുകയും ചെയ്തു.
ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടതും തുടർന്ന് കേസ് കേൾക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറിയതുമാണ് അടുത്ത കാലത്ത് പാമോലിംഗ് കേസിനെ ശ്രദ്ധേയമാക്കിയത്. ഇതോടെ കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്ന് തൃശൂരിലേക്ക് മാറ്റി. ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വിജിലൻസ് തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചെങ്കിലും ഇതിനെതിരെ VS അച്യുതാനന്ദനും അൽഫോൺസ് കണ്ണന്താനവും രംഗത്ത് വരികയായിരുന്നു. അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അറിവോടെയാണ് പാമോലിൻ ഇടപാട് നടന്നിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ വാദം കൂടി കേൾക്കണമെന്നുമായിരുന്നു VSന്റെ ആവശ്യം. പെട്രോൾ വിലവർധനയിൽ പ്രതിഷേധിച്ച് മെയ് 31 NDA ഭാരത് ബന്ദിനും ഇടതു പാർട്ടികൾ രാജ്യവ്യാപക ഹർത്താലിനും ആഹ്വാനം നൽകി. ഇന്ന് ഹർത്താൽ നടക്കുന്നതിനാൽ 31 ഇടതു പാർട്ടികളുടെ ഹർത്താലിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. വില കൂട്ടിയത് പെട്രോളിയം കമ്പനികളാണെന്നും സർക്കാരിന് പങ്കില്ലെന്നുമുള്ള വാദം അംഗീകരിക്കാനാകില്ലെന്ന് NDA കൺവീനർ ശരത് യാദവ് പറഞ്ഞു. അതേസമയം സർക്കാർ നിലപാട് കുത്തകകളെ സഹായിക്കുന്നതാണെന്ന് CPM ആരോപിച്ചു. ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറഞ്ഞു. വിദ്യാഭ്യാസ വായ്പയുടെ നിരക്ക് കൂട്ടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിദ്യാഭ്യാസ വായ്പ നൽകുന്നതിൽ ബാങ്കുകൾ പ്രായോഗിക നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന സമീപനത്തെ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും രൂക്ഷമായാണ് വിമർശിച്ചത്. വിദ്യാഭ്യാസ വായ്പയുടെ കാര്യത്തിൽ ബാങ്കുകൾ വിവേചനം കാട്ടരുതെന്ന ആമുഖത്തോടെയാണ് KM മാണി ചർച്ച ആരംഭിച്ചത്. ഒരേ ബാങ്കു തന്നെ വിവിധ അപേക്ഷകൾക്ക് വ്യത്യസ്ത നിരക്കുകളാണ് ഈടാക്കുന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പലിശയുടെ കാര്യത്തിൽ കൃത്യമായ നയം സ്വീകരിക്കണം. ബാങ്കുകളുടെ പ്രവർത്തനത്തിൽ മുഖ്യമന്ത്രിയും ഒട്ടും തൃപ്തനല്ല. വിദ്യാഭ്യാസ വായ്പയുടെ പലിശ നിരക്ക് ഒരു കാരണവശാലും കൂട്ടരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൂടിയ റേറ്റും ഒക്കെ ഒന്ന് കുറച്ചിട്ടുള്ള സംഗതികൾ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ കുറെ കൂടി പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സമീപനം ഈ കാര്യത്തിൽ ബാങ്കുകൾ എടുക്കണം. അത് ഏറ്റവും അനിവാര്യം. കാരണം നമ്മുടെ ഈ കേരള സ്റ്റേറ്റിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ വായ്പയുടെ കാര്യത്തിൽ ഇത് 2ാം തവണയാണ് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം വിളിച്ചു ചേർക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. www.sunniOnlineClass.com ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ? സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. ഖുർആൻ, ഹദീസ്, വിശ്വാസം, കർമ്മശാസ്ത്രം, ആത്മസംസ്കരണം, വാർത്തകൾ, ഇസ്ലാമിക കലാസാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക, UK, ഈജിപ്ത്, ഓസ്ട്രേലിയ, സുഡാൻ, ജപ്പാൻ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ആകർഷകമായ പ്രോഗ്രാമുകൾ, പ്രശസ്ത സുന്നി പണ്ഡിതരുടെയും വിദഗ്ധരുടെയും വാർത്തകൾ തുടരുന്നു. പഠന ക്ലാസുകൾ. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ തകർച്ച വീണ്ടും. ഡോളറിന് 56 രൂപയാണ് പുതിയ നിരക്ക്. ഒരു വർഷത്തിനിടെ 12 രൂപയിലധികമാണ് രൂപയുടെ മൂല്യ തകർച്ച. 55 രൂപ 39 പൈസയായിരുന്നു ഇന്നലത്തെ നിരക്ക്. ബാങ്കുകളിൽ നിന്നും എണ്ണ ഇറക്കുമതി കമ്പനികളിൽ നിന്നുമുണ്ടായ വർദ്ധിച്ച ഡോളർ ഡിമാൻഡാണ് രൂപയുടെ വിലയിടിച്ചത്. രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് ശക്തമായ നടപടികൾ സ്വീകരിച്ചെങ്കിലും ആഗോള സാഹചര്യങ്ങളാണ് വിനയായത്. ജനുവരിയിൽ ഡോളറുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് 52 ആയിരുന്നെങ്കിൽ ഫെബ്രുവരിയിൽ ചാഞ്ചാട്ടം ദൃശ്യമായി. ഒരു ഘട്ടത്തിൽ ഇത് 42.40 വരെ എത്തി. മാർച്ച് മുതൽ ഉയർച്ചയാണ് കണ്ടത്. 50.30 നിന്നും ഉയർന്ന് മാർച്ച് ഏപ്രിൽ ആയപ്പോഴേക്കും 51.20 ലെത്തി.
ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപ തകർച്ചയുടെ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചത് ഈ മാസമാണ്. മെയ് 14 53.80 ആയിരുന്നു നിരക്കെങ്കിൽ ഒരാഴ്ച കൊണ്ടാണ് ഡോളറുമായുള്ള വിനിമയ നിരക്ക് 56 രൂപയും മറികടന്നത്. 2011 മെയ് മാസത്തിൽ ഇത് 44.50 ആയിരുന്നു. സമ്പദ്ഘടനയ്ക്ക് ഭീഷണി ഉയർത്തി ഒരു വർഷത്തിനകം 12 രൂപയിലധികമാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞത്. ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപ കൂപ്പുകുത്തുമ്പോൾ ഗൾഫ് കറൻസികൾ കുതിക്കുകയാണ്. പ്രവാസി ഇന്ത്യക്കാർക്കാണ് വിനിമയ നിരക്കിൽ റെക്കോർഡ് നേട്ടം ലഭിച്ചത്. കുവൈത്ത് ദിനാറിന് ഇന്ന് 200 രൂപ 8 പൈസയും ബഹ്റൈൻ ദിനാറിന് 148 രൂപ 59 പൈസയും ഒമാൻ റിയാലിന് 145 രൂപ 39 പൈസയുമാണ് ലഭിച്ചത്. UAE ദിർഹമിന് ലഭിച്ച കൂടിയ നിരക്ക് 15 രൂപ 20 പൈസ, സൗദി റിയാലിന് 14 രൂപ 93 പൈസ, ഖത്തർ റിയാലിന് 15 രൂപ 38 പൈസയും ലഭിച്ചു. സാധാരണ നിരക്കു പ്രകാരമുള്ള തുകയാണിത്. 25,000 രൂപയ്ക്ക് മുകളിൽ അയക്കുന്നവർക്ക് ഇതിലും മെച്ചപ്പെട്ട നിരക്ക് എക്സ്ചേഞ്ചുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. UAEയിൽ 65 ദിർഹം 35 ഫിൽസിന് 1000 രൂപ എന്ന നിരക്കിലും ചില എക്സ്ചേഞ്ചുകൾ നൽകിയിരുന്നു. ഇതാദ്യമായാണ് ഗൾഫ് കറൻസികൾക്ക് വിനിമയ നിരക്കിൽ ഇത്രയേറെ രൂപ ലഭിക്കുന്നത്. ഒരു മാസത്തോളമായി റിയാലിനും ദിർഹമിനും ദിനാറിനുമെല്ലാം ലഭിക്കുന്ന ഇന്ത്യൻ രൂപയുടെ തോതിൽ വൻ വർധനയുണ്ട്. കഴിഞ്ഞ മാസത്തേക്കാൾ 25% അധിക തുക പ്രവാസികൾക്ക് ലഭിക്കുന്നുണ്ട്. മാധ്യമരംഗത്ത് സോഷ്യലിസ്റ്റ് കോടീശ്വരന്മാർ വളർന്നുവരുന്നു. KEN സ്വന്തം രാഷ്ട്രീയം പൂഴ്ത്തിവെച്ച് പുതിയ ബുദ്ധിജീവികൾ രാഷ്ട്രീയ പരിസരം മലിനപ്പെടുത്തുകയാണെന്നും മാധ്യമ സൈനികതയുമായി പൊരുത്തപ്പെടാത്ത വിധം കേരളത്തിൽ സോഷ്യലിസ്റ്റ് കോടീശ്വരന്മാർ വളർന്നു വരികയാണെന്നും KEN പറഞ്ഞു. SSF കൊണ്ടോട്ടി ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച IPB പുസ്തകോത്സവത്തിലെ മീഡിയ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധർമ്മവും നിലപാടുകളും മാറ്റാത്ത ഇത്തരം വിഭാഗങ്ങൾ മാധ്യമ വ്യാവസായികതയിൽ ബദൽ മൂലധന ശക്തികളായി മാറുകയാണ്. താൽപര്യങ്ങൾ ആസൂത്രിതമായി ആവർത്തിച്ച് വാർത്തകൾ നിരന്തരം നൽകുന്ന മാധ്യമവർഗം കൂട്ട നശീകരണത്തിന്റെ വാഗ്ദാക്കളാണ്. വിനോദവും ആക്രമണവും പരസ്പരം യോജിപ്പിച്ച് സാമ്രാജ്യത്വം ഒളിച്ചു കളിക്കുകയാണ്. വിമോചന മുന്നേറ്റങ്ങളും സംവാദാത്മക ചിന്തകളും റാഞ്ചിയെടുക്കുന്ന നവസാമ്രാജ്യത്വം ജനാധിപത്യ ധ്വംസനത്തെ ജനാധിപത്യമായി അവതരിപ്പിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംവാദത്തിൽ N. അലി അബ്ദുള്ള, KC വർഗീസ്, മുഹമ്മദ് പറവൂർ സംബന്ധിച്ചു. പുസ്തകോത്സവത്തിൽ ബുധനാഴ്ച വൈകുന്നേരം 4 മുഹ്യിദ്ദീൻ മാല ആധ്യാത്മക സൗന്ദര്യത്തിന്റെ സാഹിത്യാവിഷ്കാരം എന്ന വിഷയത്തിൽ നടക്കുന്ന സിംബോസിയത്തിൽ IPB ഡയറക്ടർ M. മുഹമ്മദ് സ്വാദിഖ്, C. ഹംസ, K. അബൂബക്കർ എന്നിവർ സംസാരിക്കും. SSF ജില്ലാ പ്രസിഡന്റ് K. സൈനുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിക്കും. രാത്രി 7 ഖാദർ കിണാശ്ശേരിയും സംഘവും അവതരിപ്പിക്കുന്ന മുഹ്യിദ്ദീൻ മാല ആലാപനവും നടക്കും. വായിക്കുക ഉണർന്നിരിക്കാൻ എന്ന പ്രമേയത്തിൽ ഏപ്രിൽ 29 മുതൽ നടന്നുവരുന്ന പ്രവാസി റിസാല പ്രചാരണകാലത്തിന്റെ ഭാഗമായി ദമാമിൽ വിചിന്തനം 2012 സംഘടിപ്പിച്ചു. ദമാം റിസാല ഹാളിൽ നടന്ന സംഗമത്തിൽ ആദ്യഘട്ടം വരിചേർന്നവരുടെ ലിസ്റ്റും സംഖ്യയും ക്യാമ്പയിൻ കൺട്രോളർമാരുടെ മേൽനോട്ടത്തിൽ ഏറ്റുവാങ്ങി. ടാർജറ്റ് പൂർത്തിയാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും പദ്ധതികളുടെ 1ാം ഘട്ട വിലയിരുത്തലും നടന്ന വിചിന്തനത്തിൽ യൂണിറ്റ് ഭാരവാഹികളും റിസാല കൺവീനറുടെ നേതൃത്വത്തിലുള്ള യൂണിറ്റ് സ്ക്വാഡും പങ്കെടുത്തു. സോൺ റിസാല സമിതിയുടെ കീഴിൽ യൂണിറ്റ് സ്ക്വാഡുകൾ നേരിട്ട് വായനക്കാരെ സമീപിച്ചാണ് വരി ചേർത്തുവരുന്നത്. ജൂൺ 8 വെള്ളിയാഴ്ച റിയാദിൽ വെച്ച് നടക്കുന്ന ദേശീയ സമാപന സംഗമം വിജയിപ്പിക്കാൻ മീറ്റിൽ തീരുമാനമായി. നൌഷാദ് പുതിയങ്ങാടി കൺവീനറായ സമിതിയാണ് ദമാമിൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രവർത്തന പുരോഗതി നിരീക്ഷിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി യൂണിറ്റുകൾക്ക് നിശ്ചയിക്കപ്പെട്ട കൺട്രോളർമാരുടെ മേൽനോട്ടം റിസാല ടാർജറ്റ് പൂർത്തിയാക്കുന്നതിന് ഏറെ ഉപകരിക്കുന്നുവെന്ന് സോൺ അവലോകന യോഗം വിലയിരുത്തി. പുതുതായി വരിചേരുന്നവർക്ക് ജൂലൈ ലക്കം മുതൽ കോപ്പികൾ ലഭിച്ചു തുടങ്ങുമെന്നും റിസാല സമിതി അറിയിച്ചു. പാലക്കാട് നഗരത്തിൽ രൂക്ഷമായിരിക്കുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട പരിഷ്കാര നടപടികൾ തിങ്കളാഴ്ച പ്രാബല്യത്തിൽ വരും.
ടൗൺ ബസ് സ്റ്റാൻഡിലെത്തുന്ന തൃശൂർ ബസ്സുകൾ സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് മാറ്റുന്നു എന്നതാണ് ഇതിൽ പ്രധാനം. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. നഗരത്തിൽ ഏറ്റവും അധികം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സുൽത്താൻപേട്ട ടൗൺ ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, KSRTC സ്റ്റാൻഡ് എന്നീ മേഖലകളിലെ ഗതാഗതം സുഗമമാക്കുന്നതാണ് പരിഷ്കാരം. ടൗൺ സ്റ്റാൻഡിലെത്തുന്ന തൃശൂർ, വടക്കാഞ്ചേരി, ആലത്തൂർ മേഖലകളിൽ നിന്നുള്ള ബസ്സുകൾ സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് മാറ്റും. ഈ ബസ്സുകൾ IMI ജംഗ്ഷനിലൂടെ കലക്ടറേറ്റ്, SBI മുനിസിപ്പൽ ഓഫീസ് എന്നിവിടങ്ങൾ പിന്നിട്ട് IMI ജംഗ്ഷനിലെത്തി സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് പോകണം. വാളയാർ, ചിറ്റൂർ, കൊഴിഞ്ഞമ്പാറ, ഗോപാലപുരം എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകളും ഇതേ പാതയിൽ യാത്ര ചെയ്യും. തുടർന്ന് കൽമണ്ഡപം വഴി മടങ്ങും. വിദേശത്തേക്ക് പോകാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. എടക്കോം പെരുമളാബാദിന് സമീപം കുണ്ടിലെ പുരയിൽ മുഹമ്മദ് സാലിം, 22 വയസ്സുകാരനായ മുഹമ്മദ് സാലിമാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 9:15 പാപ്പിനിശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപം കാസർഗോഡ് ഭാഗത്തേക്കുള്ള റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടത്. പാപ്പിനിശ്ശേരിയിലുള്ള ബന്ധുക്കളെ കാണാനെന്നും പറഞ്ഞ് രാവിലെ സ്വന്തം ബൈക്കുമായി വീട്ടിൽ നിന്നിറങ്ങിയതാണ്. മുഹമ്മദ് സാലിയുടെ ബൈക്ക് സ്റ്റേഷന് സമീപം നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തി. വളപട്ടണം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. അച്ഛന്റെ ഘാതകനെ കാണാൻ അഭിനന്ദുമെത്തി. TP ചന്ദ്രശേഖരന്റെ മകൻ അഭിനന്ദാണ് ചില സുഹൃത്തുക്കൾക്കൊപ്പം ബുധനാഴ്ച ഉച്ചയോടെ വടകര 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിസരത്തെത്തിയത്. 5 വിളക്കിന് സമീപം ജനക്കൂട്ടത്തിലൊരാളായി അഭിനന്ദും. പ്രതി സിജിത്തിനെ ഹാജരാക്കുന്നതും കാത്ത് കുറെ നേരം നിന്നു. പലർക്കും മനസ്സിലായില്ല അഭിനന്ദിനെ. ജനത്തിരക്കിൽ അഭിനന്ദിന് പ്രതിയെ വ്യക്തമായി കാണാനും കഴിഞ്ഞില്ല. ഇതിനിടെ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ആക്രോശമുയർത്തുന്ന ജനത്തിന്റെ വികാരം അഭിനന്ദൻ നേരിൽ കണ്ടു. കേരളത്തിൽ പെട്രോളിന് ലിറ്ററിന് ₹1.63 കുറയും. പെട്രോളിന്റെ അധിക നികുതി വേണ്ടെന്ന് വയ്ക്കാൻ മന്ത്രിസഭ യോഗം തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് ₹74.11, എറണാകുളത്ത് ₹73.85, കോഴിക്കോട് ₹74.16 പുതിയ വില. CPM നേതാക്കളായ CH അശോകനെയും KK കൃഷ്ണനെയും ചന്ദ്രശേഖരൻ വധക്കേസിൽ IPC 118-ാം വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത് UDFന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് CPM നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന രാഷ്ട്രീയ കളിയാണിത്. ചന്ദ്രശേഖരന് ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ അറിയാമെന്ന് പറഞ്ഞ മുല്ലപ്പള്ളിയെ എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാത്തതെന്നും അവർ ചോദിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എളമരം കരീം, CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, A പ്രദീപ് കുമാർ MLA, KK ലതിക, അഡ്വക്കേറ്റ് P സതീദേവി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അവസാനമായി KMIC വാർത്തകൾ. ഇന്ന് വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന നൌഷാദ് ഹസനിയുടെ പ്രഭാഷണം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യും. തുടർന്ന് കുണ്ടൂരിൽ നടക്കുന്ന ബുർദ ആസ്വാദന മജ്ലിസ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യും. മുഴുവൻ ഓൺലൈൻ സുഹൃത്തുക്കളെയും ക്ലാസ് റൂമിലെത്തിക്കണമെന്ന് KMIC വൃത്തങ്ങൾ അറിയിച്ചു. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ ഇന്ത്യൻ സമയം 4 മണിക്ക് നിങ്ങളുടെ സ്വന്തം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജലീൽ മടവൂർ എന്ന ബൈലക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ശരി.